ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 9-ാം വാക്യമാണ്. ഈ തിരുവചന വാക്യമാണ് ഇന്നത്തെ നമ്മുടെ സന്ധ്യാ തിരുവചന ധ്യാനം. സക്കായിയുടെ ജീവിതത്തിൽ യേശുതമ്പുരാൻ കടന്നു വന്നപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ കുടുംബവും മാറി. ഇന്നും കർത്താവ് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ധ്യാ തിരുവചന ധ്യാനം നിങ്ങളുടെ കുടുംബത്തിന് പ്രത്യാശയും സമാധാനവും മാനസാന്തരത്തിൻ്റെ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സമാധാനം ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു അത്ഭുത തിരുവചനമാണ് ദൈവകൃപയാൽ ഇന്നു നാം തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ സന്ധ്യാ തിരുവചന ധ്യാനം. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഈ ഒരു വാക്യത്തിൽ ഒരു കുടുംബത്തിൻ്റെ നവീകരണവും ദൈവത്തിൻ്റെ കരുണയും മാനസാന്തരത്തിൻ്റെ ശക്തിയും ഒളിഞ്ഞിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നന്ദിയോടെ നിൽക്കുന്നു. ഞങ്ങളുടെ വീടുകളിലേക്ക് അങ്ങയുടെ സമാധാനവും സാന്നിധ്യവും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അകന്നുപോയ സ്നേഹം വീണ്ടും പൂത്തുലയട്ടെ. പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്കും ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. ഈ ധ്യാനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സക്കായി ഒരു ചുങ്കക്കാരനായിരുന്നു. സമൂഹം അവനെ പാപി എന്ന് വിളിച്ചു. പലരും അവനെ വെറുത്തു. എന്നാൽ യേശു തമ്പുരാൻ അവനെ കണ്ടപ്പോൾ അവൻ്റെ ഭൂതകാലമല്ല അവനിൽ മാറുവാൻ തയ്യാറായിരിക്കുന്ന അവൻ്റെ ഹൃദയത്തെയാണ് യേശുതമ്പുരാൻ കണ്ടത്. യേശുതമ്പുരാൻ അവനോട് പറഞ്ഞു, സഖായിയെ, വേഗം ഇറങ്ങി വരിക, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു. എത്ര വലിയ സ്നേഹമാണ് ഇത്! ഒന്ന് ഓർത്തു നോക്കിയേ. സഖായി യേശുതമ്പുരാനെ ക്ഷണിച്ചില്ല. യേശുതമ്പുരാൻ തന്നെയാണ് സഖായിയെ തേടി എത്തിയത്. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ അന്വേഷിച്ച് കണ്ടെത്തി നമ്മുടെ അരികിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു വലിയ അത്ഭുതം. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ സഖായിയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അവൻ്റെ മനോഭാവം മാറി, അവൻ്റെ സമ്പത്തിനോടുള്ള സമീപനം മാറി. അവൻ പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് വേണ്ടി കൊടുക്കും. യഥാർത്ഥ മാനസാന്തരം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് ജീവിതത്തിൽ പ്രകടമാകും. ഇന്നും യേശുതമ്പുരാൻ നമ്മുടെ വീടുകളിലേക്ക് വരുവാൻ വാതിൽക്കൽ മുട്ടുകയാണ്. അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എനിക്കു നിന്റെ വീട്ടിലേക്ക് കടന്നു വരാമോ? ആയതിലേക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ അനുഭവമുണ്ടോ? തിരുവചനത്തിന് സ്ഥാനമുണ്ടോ? പരസ്പരം ക്ഷമിക്കുന്ന ഒരു ഹൃദയമുണ്ടോ? യേശുതമ്പുരാൻ കടന്നു വരുന്ന വീടുകളിൽ സമാധാനം വസിക്കും. ഹല്ലേലൂയ! അവിടെ മുറിവുകൾ സൗഖ്യമാകും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്നാണ്. ശ്രദ്ധിക്കുക, അത് നാളെയല്ല, ഇന്ന്, ഈ സമയത്ത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുവാൻ, ഇത് കാണുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഇതൊരു ദൈവിക കൃപയാണ്. ശ്രദ്ധിക്കുക, നാളെയല്ല, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് ഇന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്നു തന്നെ നമ്മുടെ ജീവിതം മാറും. ഇന്നു തന്നെ നമ്മുടെ കുടുംബം ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഇന്നു തന്നെ നാം പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്ര ആരംഭിക്കാം. പ്രിയ ദൈവമക്കളെ, ഈ സന്ധ്യയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. യേശുതമ്പുരാന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മുടെ കുടുംബത്തിൽ ദിവസവും പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. തിരുവചനം വായിക്കാം,
വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുമ്പസാരത്തോടും നമുക്ക് കൂടുതൽ അടുക്കാം. അപ്പോൾ സക്കായിയുടെ വീട്ടിൽ മുഴങ്ങിയ ആ വാക്കുകൾ നമ്മുടെ വീടുകളിലും മുഴങ്ങും. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഹല്ലേലൂയ. അതായിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹവും സാക്ഷ്യവും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു തമ്പുരാനെ, സക്കായിയുടെ വീട്ടിൽ പ്രവേശിച്ച് അവൻ്റെ ജീവിതം മാറ്റിയ അങ്ങ് ഇന്ന് ഞങ്ങളുടെ വീടുകളിലേക്കും കടന്നു വരേണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിണക്കങ്ങളെ സമാധാനമാക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. വിഷമിച്ചിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. യുവജനങ്ങളെ വിശുദ്ധിയുടെ വഴിയിൽ നടത്തണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ പ്രാർത്ഥനയുടെ ഭവനങ്ങളാക്കി മാറ്റി തീർക്കുമാറാകണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലും അങ്ങയുടെ രക്ഷ അനുഭവിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് കൃപ നൽകണമേ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധ മതികളുടെയും പ്രാർത്ഥനയും കാവലും കോട്ടയും ഞങ്ങൾ തമ്പുരാനെ നിന്നോട് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ ധ്യാനം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവെക്കുക. ദൈവവചനം കൂടുതൽ വീടുകളിലേക്ക് എത്തുവാൻ ഈ ശുശ്രൂഷ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ എന്നും നിറഞ്ഞിരിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.